ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് പഠിക്കുന്നതിന് മുമ്പിട്ട് ഡിഫറൻസിയേഷൻ കറക്റ്റായിട്ട് പഠിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇത് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ രണ്ടും കൂടി കുളമായി പോകും. അപ്പോൾ അത് പഠിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഇത് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ നോക്കിക്കേ, ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ട് ഡെഫിനിഷനിലോട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫങ്ഷൻ XY എന്ന് വിചാരിക്കുക. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കേണ്ടത് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ്. വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അതായത് എക്സിനെ വിത്ത് റെസ്പെക്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആരാണ്? എക്സ് മാത്രമാണ്. വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഡിപെൻഡൻ്റ് ആണല്ലേ, വൈ ഇതിനകത്തില്ല. അപ്പോൾ ഈ വൈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് എക്സിനെ മാത്രം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഡെഫിനിഷൻ ഒന്നും കൂടെ നോക്കാം. വെൻ എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഡിപ്പെൻഡ്സ് ഓൺ എ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഇത് എക്സ് എന്ന് പറയുന്നൊരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അത് വേറൊരു നമ്പർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ദ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കീപ്പിംഗ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കോൺസ്റ്റൻറ്റ്. ഈ ഇതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് മറ്റേതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റാണേ, ഡെഫിനിഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ എക്സും കണ്ടുപിടിക്കണം, ഡോ ഇസഡ് ബൈ ഡോ വൈയും കണ്ടുപിടിക്കണം. ഇസഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡോ എക്സ് എന്ന് പറയുമ്പം ഇവർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന എക്സിൻ്റെ ആളിനെ മാത്രമാണ്, ബാക്കി എല്ലാവരും ഇവർ കാണുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ്. അപ്പോൾ എക്സിൻ്റെ ആളിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ബാക്കി ആൾക്കാരെ വെളിയിലോട്ടിടുക. അവരൊരു നോക്കൂത്തി പോലെ അവിടെ അങ്ങ് നിൽക്കും. അവർ സീറോ ഒന്നും ആയി പോകത്തില്ല, അവരവിടെ നോക്കൂത്തി പോലെ അങ്ങ് നിൽക്കും. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ അവരെ അങ്ങ് പുറത്താക്കി, എക്സിൻ്റെ അല്ലാത്ത ആൾക്കാരെ എല്ലാം പുറത്താക്കിയിട്ട് എക്സിൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുത്ത്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 അല്ലേ. അപ്പോൾ 2y × 1, അപ്പം നമുക്ക് 2y എന്ന് കിട്ടി. ഇനി അടുത്തത് നമ്മൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് അല്ലേ കണ്ടുപിടിച്ചു, ഇനി ഡോ ഇസഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡോ വൈയ, അപ്പം വൈയുടെ ആൾക്കാരെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് എക്സിൻ്റെ ആൾക്കാരെ പുറത്താക്കണം അല്ലേ. എക്സിൻ്റെ ആളിനെ നമ്മൾ പുറത്താക്കി, എക്സിൻ്റെ ആളിനെ പുറത്താക്കിയിട്ട് വൈയെ മാത്രം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത്. അപ്പം വൈ വിത്ത് റെസ്പെക്റ്റ് വൈ ചെയ്യുമ്പം എത്ര? 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ 2x നമുക്ക് കിട്ടി. ഓക്കെ, സെറ്റാണേ. ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ കണ്ടതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നമ്മൾ വൈ ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ ഉള്ളൂ. ഡോ വൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 1, ഡോ ബൈ ഡോ വൈ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2y. സാധാ പോലെ വൈ അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. x² + y². നമുക്ക് 2 കണ്ടുപിടിക്കണം. ഡോ ഇസഡ് ബൈ ഡോ എക്സും കണ്ടുപിടിക്കണം, ഡോ ഇസഡ് ബൈ ഡോ വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇസഡ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഡോ ഇസഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതുപോലെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ ആൾക്കാരെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇവിടെ പക്ഷേ എക്സിൻ്റെ കൂടെ കിടക്കാത്തതുകൊണ്ട് വൈ ഒറ്റയ്ക്ക് കിടക്കുന്നതുകൊണ്ട് അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡോ എക്സിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡോ എക്സ് ബൈ ഡോ y² എന്ന് പറഞ്ഞാൽ എന്താണ്? 0. അപ്പോൾ 2x നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ അതുകൊണ്ട് ഡോ വൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ഡോ വൈ ചെയ്യുമ്പോൾ എക്സ് എന്തുമായിട്ട് മാറും? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പോവും. അങ്ങനെ അത് 0 ആവും. അപ്പോൾ 0 + 2y എന്ന് വരും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അത് മനസ്സിലായോ? ഡോ എക്സ് ബൈ ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈയും കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? ഇതിന് സെപ്പറേറ്റ് വരുമ്പോൾ അത് 0 ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് 3 എണ്ണം കണ്ടുപിടിക്കണം. ഡോ ഡബ്ല്യു ബൈ, ഇവിടെ ഡബ്ല്യു ആണ് ഫംഗ്ഷനായിട്ട് തന്നേക്കുന്നത്. ഡബ്ല്യു ഫംഗ്ഷനായിട്ട് തന്നുകൊണ്ട് നമുക്ക് 3 എണ്ണം കണ്ടുപിടിക്കണം. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ്. ഇത് പറയാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.
ആദ്യമേ നമ്മൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡബ്ല്യു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഫംഗ്ഷനിൽ എക്സിൻ്റെ ആളിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സും വൈ ഒന്നിച്ച് കിടക്കുന്നതുകൊണ്ട് വൈ ഇച്ചിരി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് എക്സിൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുത്ത് പ്ലസ് വൈ ഇസഡിൽ എക്സ് ഇല്ലല്ലോ വൈ ഇസഡിൽ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് 0 എന്ന് എഴുതി. ഇനി ഇസഡ് എക്സ്, അപ്പോൾ എന്ത് ചെയ്ത് ഇസഡിനെ ഇച്ചിരി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ നമുക്ക് വൈ പ്ലസ് ഇസഡ് എന്ന് കിട്ടി. ഓക്കെ, സെറ്റാണേ. ഇനി അടുത്ത ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആരെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, വൈയുടെ ആൾക്കാരെ മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ എക്സ് വൈ എന്നുള്ളതിനകത്ത് എക്സിനെ മാറ്റി നിർത്തിയിട്ട് വൈയുടെ ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് 1, അപ്പോൾ എക്സ് ഇൻറ്റു 1 എന്ന് വരും. പ്ലസ് ഇവിടെ വൈ ഇസഡ്, അപ്പോൾ ഇസഡിനെ അങ്ങോട്ട് വെളിയിലോട്ട് ഇറക്കിയിട്ട് വൈയുടെ ഡെറിവേറ്റീവ് 1, അപ്പോൾ ഇസഡ് ഇൻറ്റു 1 എന്ന് വരും. പ്ലസ് ഇസഡ് എക്സിനകത്ത് വൈ ഇല്ലല്ലോ, അപ്പോൾ അത് 0 എന്ന് വരും. അപ്പോൾ എക്സ് പ്ലസ് ഇസഡ് പ്ലസ് 0 എന്ന് വരും. ഓക്കെ, സെറ്റാണ്. ഇനി അടുത്തത് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ്, ഇതാണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത്. ഇതിലും അതുകൊണ്ട് ആദ്യത്തെ ടേമിൽ ഇസഡ് ഇല്ല, അപ്പോൾ 0. ഇനി രണ്ടാമത്തെ ടേമിൽ ഇസഡ് ഉണ്ട്, അപ്പോൾ അതിന് വൈ അങ്ങോട്ട് വെളിയിലോട്ട് ഇട്ടിട്ട് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഡോ ഇസഡ് ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ വൈ എന്ന് വരും. പിന്നെ ഇസഡ് എക്സിനകത്ത് എക്സിനെ അങ്ങോട്ട് വെളിയിലോട്ട് ഇട്ടിട്ട് ഡോ ഇസഡ് ബൈ ഡോ ഇസഡ് 1, അപ്പം വൈ പ്ലസ് എക്സ് എന്ന് വരും. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മൾ കോഷ്യൻ്റ് റൂള് ഒന്ന് ഓർക്കണം കേട്ടോ. കോഷ്യൻ്റ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കോഷ്യൻ്റ് റൂൾ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? എന്തുവാണ് നമ്മൾ മറ്റേതിൽ പഠിച്ചത്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഇവിടെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ എടുക്കാം ഡിനോമിനേറ്റർ ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇൻറ്റു അല്ല മൈനസ് ആണ് ഇവിടെ വരുന്നത്. ഡിനോമിനേറ്റർ ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ സെറ്റായോ? ഇനി നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് 7x + 8y അതുകൊണ്ട് തന്നെ എഴുതി. ഇനി ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ എക്സിൻ്റെ ആളിനെ മാത്രമല്ലേ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഈ 4y എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ 5xൻ്റെ ഡെറിവേറ്റീവ് 5 മൈനസ് പിന്നെ 5x + 4y ഇൻറ്റു 7x + 8yയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഡോ എഫ് ബൈ ഡോ എക്സ് അല്ലേ ആദ്യം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്ത് വരും? 7xൻ്റെ മാത്രം ഡെറിവേറ്റീവ് 7 ബൈ 7x + 8y ദ ഹോൾ സ്ക്വയർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഓപ്പൺ ചെയ്യണം. എങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്? 7 × 5 + 8 × 5, അപ്പം 7 × 5 35x + 40y മൈനസ് 5 × 7 35 + 4 × 7 28y. ഓക്കെ, സെറ്റാണ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. എന്നിട്ട് നമ്മൾ ഈ മൈനസ് കൊണ്ട് ഇതിനെ ഓരോന്നിനെ ഓപ്പൺ ചെയ്യണം. മൈനസ് ഫ്രണ്ടിൽ വന്നാൽ മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യണം. -35 - 28y എന്ന് വരും. അങ്ങനെ നമുക്ക് 12y / 7x - 8y എന്ന് കിട്ടും. മനസ്സിലായോ? ഓക്കെ, സെറ്റല്ലേ? ഇനി അടുത്ത നമുക്ക് നോക്കാം. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ഓർഡറും ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ എല്ലാം ഇട്ടേക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ എന്താണ് നമ്മൾ ഡെറിവേറ്റീവ്സിൽ ചെയ്തതിൻ്റെ കൂട്ട് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. എന്ത് ചെയ്യുക? ഒരു വട്ടം കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ? അപ്പം ആദ്യം ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് നോക്കാം. ഇനി റൂൾസ് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പം നമുക്ക് ഇതൊക്കെ എഴുതാം. ഓക്കെ, ഇനി ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ് നോക്കിക്കേ. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഈസിക്കൽ ടു അതെങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. ആദ്യമേ ഡോ ബൈ ഡോ എക്സ് ഓഫ്
ഡോ ഇസഡ് ബൈ ഡോ വൈ. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അതായത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇതിനകത്തോട്ട് പറയാം. ഓക്കെ, എങ്ങനെ നോക്കുക. ആദ്യമേ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, ക്രോസ് ഇത്രയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോവാം. ഫസ്റ്റ് കണ്ടുപിടിക്കുമ്പം ഡോ ഇസഡ് ബൈ ഡോ എക്സ്. അപ്പോൾ എങ്ങനെ എക്സിൻ്റെ ആൾക്കാരെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. മറ്റവർ കൂടെ കിടക്കുന്നതാണെങ്കിൽ ഒരു നോക്കുകുത്തിയ പോലെ സൈഡിലോട്ട് ഇടുക. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 3x² പാർഷ്യൽ ഡെറിവേറ്റീവ് 9x² തന്നെ. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഇനി y വരുമ്പോഴേ ഉള്ളൂ ഒരു കുഴപ്പം. അല്ലെങ്കിൽ സാധാ ഡിഫറൻസിയേഷൻ തന്നെയാണ് ചെയ്യുന്നത്. മൈനസ് 2x²y. ഇതിനകത്ത് എന്ത് ചെയ്യണം, വൈയെ നമ്മൾ അതുകൊണ്ട് ഒരു സൈഡിൽ ഇരുത്തിയിട്ട് 2x² ഡെറിവേറ്റീവ് 4x. അപ്പോൾ 4xy എന്ന് കിട്ടും. ഇനി 2xy². അപ്പോൾ അവിടെ ആരെയാണ് നമ്മൾ നോക്കുത്തി പോലെ നിർത്തേണ്ട, y². അവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിയിട്ട് 2x ഡെറിവേറ്റീവ് 2. അപ്പം 2y² എന്ന് വരും. ദെൻ y² ഡെറിവേറ്റീവ് 0 ആവുമല്ലോ. എക്സ് വിത്ത് റെസ്പെക്റ്റ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. പിന്നെ 8ൻ്റെ ഓൾറെഡി 0 ആണ്. അപ്പം നമുക്ക് 9x² മൈനസ് 4xy പ്ലസ് 2y² എന്ന് കിട്ടി. ഇനി കഴിഞ്ഞില്ല. ഫസ്റ്റ് ഓർഡർ നമ്മൾ രണ്ടും കണ്ടുപിടിക്കണം. ഡോ ഇസഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. ഡോ വൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വൈയുടെ ആൾക്കാരെ എടുക്കണം. അപ്പം 3x³ പറ്റത്തില്ലല്ലോ, അത് 0 ആയിട്ട് പോവും. മൈനസ് വൈയുടെ ആൾക്കാരെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇല്ലേ, 2x² നമ്മൾ അതുകൊണ്ട് ഇട്ട് ഈ മൈനസ് ചിഹ്നം അതുകൊണ്ട് എഴുതണം കേട്ടോ, മുമ്പിലത്തെ. അപ്പം മൈനസ് 2x². വൈയുടെ ഡിഫറൻഷ്യേറ്റ് എന്താവും, ഡോ വൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പം 2-2x² ഇൻറ്റു 1 പ്ലസ് അടുത്ത ഏതാണ്, അടുത്തത് 2xy². അപ്പം നമ്മൾ അതിനകത്ത് ആരെയാണ് നോക്കുകുത്തി പോലെ നിർത്തേണ്ടത്, 2xനെ. പിന്നെ y² ഡെറിവേറ്റീവ് 2y. അപ്പം മൊത്തത്തിൽ 4xy എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത y³ ഡെറിവേറ്റീവ്. y³ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3y². ഓക്കെ, സെറ്റാണേ. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അതിന് ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ എടുത്തിട്ട് ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഡോ² ഇസഡ് ബൈ ഡോ എക്സ് കിട്ടും. പിന്നെ ഇതിനെ എടുത്ത് ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡോ² ഇസഡ് ബൈ ഡോ വൈ കിട്ടും. ഓക്കെ, എളുപ്പമല്ലേ. നോക്കാം, ഡോ² ഇസഡ് ബൈ ഡോ എക്സ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അത് നമ്മൾ എപ്പോഴും ഓർക്കണം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ 9x² എന്ന് പറയുമ്പോൾ 18x മൈനസ് 4xy എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരെയാണ്, എക്സിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. 4y അതുകൊണ്ട് ഇട്ടിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇനി 2y² നമുക്ക് ഡെറിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പ്ലസ് 0. ഓക്കെ, സെറ്റായേ. ഇനി അടുത്ത നമുക്ക് ഇത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പം -2x² ആകുമ്പോഴത്തേന് 0, 4xy ആകുമ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്യണം, വൈയെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. മറ്റേതിനെ അവിടെ തന്നെ ഇട്ടേക്കണം. വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് വൈ 1 അല്ലേ. പിന്നെ 3y² ഡെറിവേറ്റീവ്, 3y² എന്ന് പറയുമ്പം 6y. ഓക്കെ, സെറ്റാണേ. അപ്പോൾ അത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്തുവാന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 രീതി വരും. ഒന്ന് ഡോ² ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈയും പിന്നെ ഡോ² ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സും. ഡിനോമിനേറ്റർ ഉണ്ടോ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടും. എന്തിനാണ് അങ്ങനെ തിരിച്ചിടുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഡോ² ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ, ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അതായത് ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിടണം. ആദ്യത്തെ ആളിനെ ഡോ ബൈ ഡോ എക്സ് എന്നും മറ്റേ ആളെ ബ്രാക്കറ്റിൽ ഈ രണ്ടാമത് നടക്കുന്ന ആളെ ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് ഇടണം. അതായത് നമ്മൾ ഇവിടെ കിട്ടിയ, എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ കിട്ടിയ ഡോ ഇസഡ് ബൈ ഡോ വൈ ഇല്ലേ, ഇവിടെ കിട്ടിയ ഈ ആളിനെ നമുക്ക് എക്സ് വിത്ത് റെസ്പെക്റ്റ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, മനസ്സിലായോ. വൈയുടെ ആളിനെ നമ്മൾ എക്സ് വിത്ത് റെസ്പെക്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. പിന്നെ
എക്സ് വിത്ത് റെസ്പെക്റ്റ് നമ്മൾ ചെയ്ത ആളിനെ നമ്മൾ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൾ. ഇവിടെ ഇതിപ്പം നമ്മൾ വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത സാധനമോ നമ്മളതിനെ എടുത്തിട്ട് ഇനി എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുക. അതാണ് ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ് കൊണ്ട് ഇതിനെ ഡെറിവേറ്റ് ചെയ്യാൻ പോവാം. അപ്പം -2 × x² എന്ന് പറയുമ്പം -4x പ്ലസ് 4xy എന്ന് പറയുമ്പം നമ്മൾ 4y ഇട്ടിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അപ്പോൾ 4y നീട്ടും. 3y² 0 ആവും, കാരണം നമ്മൾ എക്സ് വിത്ത് റെസ്പെക്റ്റ് അല്ലേ ചെയ്യുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ അതുപോലെ ചെയ്യുക. അപ്പോൾ ആദ്യം കിടക്കുന്ന ആളിനെ നമ്മൾ ആദ്യം എഴുതി ∂/∂y ഇൻറ്റു ∂z/∂x. ∂z/∂x എന്ന് പറഞ്ഞാൽ 9x² മൈനസ് 4xy പ്ലസ് 2y². ഇതിന് നമ്മൾ y വിത്ത് റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ y ചെയ്യുമ്പം ഈ 9² അങ്ങ് 0 ആകും. മൈനസ് 4xy എന്ന് പറയുമ്പം അതിനകത്ത് വൈയുടെ ഡെറിവേറ്റീവ് 1, 4x അതുപോലെ തന്നെ എഴുതി. അടുത്തത് 2y² എന്ന് പറഞ്ഞാൽ 4y. ഓക്കെ, മനസ്സിലായോ? അടുത്ത ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം, അപ്പം കുറച്ചും കൂടി നല്ലതായിട്ട് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം, അപ്പോഴത്തേന് ഇത് സെറ്റാവും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇസഡ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ് ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇതിനെ എക്സ് വിത്ത് റെസ്പെക്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് ഈ എക്സിൻ്റെ ആൾക്കാരെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 7 × x², 21 7x³ ഡെറിവേറ്റീവ് 21x² പ്ലസ് 9xyക്കകത്ത് എക്സിനെ ഡെറിവേറ്റ് ചെയ്ത് 9y അതുപോലെ എഴുതി. 9y × 1 വരും, അതായത് 9y എന്ന് വരും. പിന്നെ 2y⁵ എന്ന് പറയുമ്പം 0 ആവും, കാരണം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എക്സ് വിത്ത് റെസ്പെക്റ്റ് ആണ്. ഓക്കെ, സെറ്റല്ലേ? ഇവിടെ ഒരു +0 കൂടെ വരും. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, പ്രോ ആയാൽ പിന്നെ ഇനിയൊന്നും ആവശ്യമില്ല. ഇനി ∂z/∂y എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ വൈയുടെ ആൾക്കാരെ മാത്രം ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ആൾ 0 ആയിപ്പോവും. രണ്ടാമത്തെ 9xyയിൽ ആരുടെ ഡെറിവേറ്റീവ് എടുക്കണം, വൈയുടെ ഡെറിവേറ്റീവ് എടുക്കണം. വൈയുടെ ഡെറിവേറ്റീവ് 1 ആവും, അപ്പോൾ 9x × 1 എന്ന് വരും. അപ്പോൾ നമുക്ക് 9x എന്ന് കിട്ടും. പിന്നെ 2y⁵ ഡെറിവേറ്റീവ് 10y⁴. ഓക്കെ, സെറ്റായ നമ്മളങ്ങനെ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അതായത് ഇതിനെ രണ്ടെണ്ണത്തിന് നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ∂2z/∂x², അതായത് ഇതിൻ്റെ ആളിനെ കാണണം. അപ്പോൾ അതിൻ്റെ ആളിനെ കാണാൻ വേണ്ടിയിട്ട് x² ആണ് കണ്ടുപിടിക്കേണ്ടത്, എക്സിൻ്റെ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ ആളിനെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ 21x² ഡെറിവേറ്റീവ് 42x. ഓക്കെ, സെറ്റല്ലേ? സംശയമില്ലല്ലോ, എളുപ്പമല്ലേ? ഇനി അടുത്തത് നമ്മൾ ഇവൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് കളയാം, കാരണം അത് എക്സിൻ്റെ ആളായതുകൊണ്ട്. അപ്പോൾ വൈയുടെ ആളിനെ മാത്രം എടുത്താൽ മതി. 10y⁴ ഡെറിവേറ്റീവ് 40y⁵. ഓക്കെ, സെറ്റല്ലേ? അടുത്ത ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ എഴുതിയതിൻ്റെ തൊട്ട് ∂/∂x ആദ്യം കിടക്കുന്ന ആൾ ആദ്യം എഴുതി, ഇൻറ്റു ∂z/∂y രണ്ടാമത് കിടക്കുന്ന ആൾ ∂z/∂y. അപ്പോൾ ∂z/∂y എന്ന് പറഞ്ഞാൽ ആരാണ്? ഇയാൾ. ഇവിടെ ഞാൻ കുറച്ച് വെട്ടിയും തിരുത്തിയൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇതാണ്ട് ഇതിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എക്സ് വിത്ത് റെസ്പെക്റ്റ് ഡെറിവേറ്റീവ് എടുക്കണം. എക്സ് വിത്ത് റെസ്പെക്റ്റ് ആകുമ്പം 9x-ൻ്റെ 9, മറ്റേത് 0 ആയിപ്പോവും. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കിടക്കുന്ന ആൾ ∂y, അപ്പോൾ ∂y എഴുതി ഇൻറ്റു ∂z/∂x രണ്ടാമത് കിടക്കുന്ന ആൾ. ഓക്കെ, ദെൻ ∂/∂y ഇൻറ്റു ∂z/∂x ∂z/∂x ആരാ? ഇയാളെ കൊണ്ട് ഇവിടെ ഇട്ട്.
ഇവിടെ ഇട്ടിട്ട് അതിനെ ഇനി നമ്മൾ എന്തുകൊണ്ടാണ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ടൈം 0 ആകും, 9y ഡെറിവേറ്റീവ് 9 എന്ന് കിട്ടും. കണ്ട, ഇത് രണ്ട് ഈക്വലായിട്ട് കിട്ടണം. ഈക്വലായിട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ ചെയ്ത ഉത്തരം ശരിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ഈക്വൽ ആയോ എന്ന് നോക്കട്ടെ. യെസ്, നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യനിൽ രണ്ടെണ്ണം ഈക്വലായി അല്ലേ, ഇത് ഈക്വൽ അല്ലായിരുന്നു. അപ്പം നമുക്ക് എപ്പോഴും ഈക്വലായിട്ട് കിട്ടിയാൽ അതിനർത്ഥം നമ്മൾ ചെയ്തതെല്ലാം ശരിയാണെന്നാണ്. ഈക്വലായിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എവിടെയോ ചെയ്തത് പാളിപ്പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി മൂന്നാമത്തെ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തതും അവസാനത്തതുമായ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സെക്കൻഡ് ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവാണ് നമുക്കിതിൻ്റെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡോ എക്സ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സിൻ്റെ ആൾക്കാരെ മാത്രം ഡെറിവേറ്റീവ് എടുക്കുക. 3x³ 9x² മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഓഫ് 2x²y. 2x²y എന്ന് പറയുമ്പോൾ നമ്മൾ വൈയെ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിയിട്ട് 2x² ഡെറിവേറ്റീവ് എടുക്കണം. 2x² ഡെറിവേറ്റീവ് 4x, അപ്പോൾ 4xy നമുക്ക് കിട്ടും. ഇനി അടുത്ത് ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എക്സിൻ്റെ വൈയുടെ ആളിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിയിട്ട് എക്സിൻ്റെ ആൾക്കാരെ ഡെറിവേറ്റീവ് എടുക്കുക. 2x ഡെറിവേറ്റീവ് 2, അപ്പോൾ 2y² നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ y³ ഡെറിവേറ്റീവ് 0 ആണ്, കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ ചെയ്യുന്നത്. 8 ഡെറിവേറ്റീവ് 0 ആണ്, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി ഡോ ഇസഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. അപ്പം ആദ്യത്തെ ടൈം പറ്റത്തില്ല, അവിടെ എക്സിൻ്റെ ആൾ മാത്രമേ ഉള്ളൂ, വൈയുടെ ആരും ഇല്ല, വൈയുടെ ഒറ്റ സ്വന്തക്കാർ പോലും അവിടെ ഇല്ല, അപ്പം നമുക്ക് അവരെ എടുക്കണ്ട. അടുത്ത നമുക്ക് മൈനസ് 2x² ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1, അപ്പോൾ ഇൻറ്റു 1 എന്ന് എഴുതിയേക്കുന്നു. അടുത്തതായിട്ട് 2xy². അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് 2x നമ്മളവിടെ നോക്കൂത്തി പോലെ നിർത്തിയിട്ടുണ്ട്. അടുത്ത y² ഡെറിവേറ്റീവ് 2y. അപ്പം പ്ലസ്, ഇനി അടുത്ത മൂന്നാമത്തെ ആളാരാണ്, y³ ആണല്ലേ. അപ്പോൾ y³ ഡെറിവേറ്റീവ് 3y², 8 ഡെറിവേറ്റീവ് 0. ഇനി നമുക്കിതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. മൈനസ് 2x² പ്ലസ് 2 ഇൻറ്റു 2x ഇൻറ്റു 2y എന്ന് പറയുമ്പോൾ 4xy എന്ന് വരും. നമ്പറിനെ നമുക്ക് ഒന്നിച്ച് ഗുണിക്കാം. പിന്നെ 3y². ഓക്കെ, അപ്പോൾ നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ വൈയും കിട്ടി. ഇനി നമുക്ക് രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്. സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യമേ നമ്മൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക. ആദ്യത്തെ ഡെറിവേറ്റീവ് എക്സ് വിത്ത് റെസ്പെക്റ്റ് എല്ലാത്തിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡെറിവേറ്റീവാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുന്നത്, നമ്മൾ ഈ എക്സിൻ്റെ ആളിനെ ഒന്നും കൂടി നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഇതിനെ ഒന്നും കൂടി പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 9x² ഡെറിവേറ്റീവ് 18x മൈനസ് 4xy അല്ലേ. അതിനകത്ത് എന്താ വൈയെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുക. 4x ഡെറിവേറ്റീവ് 4 തന്നെ, അപ്പോൾ 4y എന്ന് വരാണ്ട് 4y ഇൻറ്റു 1 എന്ന് എഴുതിയേക്കുന്നുണ്ട്. അപ്പോൾ 4y ഇൻറ്റു 1 എക്സിൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുത്ത് പ്ലസ് 2y² എന്ന് പറഞ്ഞാൽ 0, കാരണം നമ്മൾ എക്സ് വെച്ചിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അടുത്ത് y²ൻ്റെ, അതായത് നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒന്നും കൂടി നമുക്ക് എടുക്കണം. അതിൻ്റെ ഡെറിവേറ്റീവ് ഒന്നും കൂടി എടുക്കാം. ഒന്നും കൂടി എടുക്കാനായിട്ട് ആദ്യത്തെ ടൈം 0 ആകും, കാരണം അവിടെ വൈയുടെ ആൾക്കാരില്ല. വൈയുടെ ആൾക്കാരില്ലെങ്കിൽ ആ ബന്ധമേ നമുക്ക് വേണ്ട. പിന്നെ രണ്ടാമത്തെ 4xyക്കകത്ത് 4xനെ ഒരു നോക്കൂത്തി പോലെ നിർത്തിയിട്ട് വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുക. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് 1. പിന്നെ 3y² ഡെറിവേറ്റീവ് 6y. അപ്പം നമുക്ക് 4x + 6y എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ്. ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യണം, ഡോ² ഇസഡ് ബൈ ഡോ എക്സ് ബൈ ഡോ വൈ. അതായത് ആദ്യത്തെ ആളിനെ ആദ്യം എഴുതി രണ്ടാമത്തെ ആളിനെ ബ്രാക്കറ്റ് ഇട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേ ദാണ്ടേ. അപ്പോൾ എന്നിട്ട് അതിങ്ങോട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് വിത്ത് റെസ്പെക്റ്റ് എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം -4x പിന്നെ ഇവിടെ നമ്മൾ അതുപോലെ ചെയ്ത് 4y നീട്ടി. ഇവർ എക്സിൻ്റെ ബന്ധത്തിലുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് അവർ വേണ്ട. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായോ. ഇനി അടുത്ത ഇവിടെ നമ്മൾ
വൈ വിത്ത് റെസ്പെക്റ്റ് ആണ് ചെയ്യേണ്ടത്, ഡോ ഇസഡ് ബൈ ഡോ എക്സിനെ. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സിനെ നമ്മൾ ഇട്ട് കൊടുത്തു, 9x² - 4xy + 2π² ഇട്ട് കൊടുത്തു. പിന്നെ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോഴും നമുക്ക് സെയിം ആൻസർ കിട്ടി. കണ്ടോ, ഇവർ തമ്മിൽ ഈക്വലായിട്ട് വന്നതുണ്ടോ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പഠിച്ച ഒന്നും കൂടെ നോക്കാം. ഇന്ന് പഠിച്ചത് മൊത്തം ഒന്നും കൂടെ നോക്കാം എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. പിന്നെ ഒരു യൂളേഴ്സ് തിയറം, ഇത് ഒന്ന് വായിച്ചു വെച്ചേരും. ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് വായിച്ചു വെച്ചേരും. ഓക്കെ, അപ്പം നമുക്ക് ഓയിലേഴ്സ് തിയറം എന്നും ഊളേഴ്സ് തിയറം എന്നൊക്കെ പറയും അത്. ഓക്കെ, ഇപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ പഠിച്ചത്. ആദ്യം നമ്മൾ ഡെഫിനേഷൻ പഠിച്ചു. ഡെഫിനേഷൻ നമ്മൾ കണക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യും, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് മറ്റേതിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തും. അതിനെയാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പഠിച്ചു. പിന്നെ നമ്മൾ സെക്കൻഡ് ഓർഡർ പഠിച്ചു. പിന്നെ നമ്മൾ ഇത് വെച്ചിട്ട് കോഷ്യൻ്റ് റൂൾ വെച്ച് ചെയ്യുന്നത് പഠിച്ചു. സെക്കൻഡ് ഓർഡർ പഠിച്ചു. ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് പഠിച്ചു. ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആകുമ്പം മനസ്സിലായതാണ്ട് ഇത് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലിങ്ങനെ വെച്ചേരും കേട്ടോ. മനസ്സിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ 2-3 ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം കുറച്ച് 2-3 ടോപ്പിക്കും കൂടെ കഴിയുമ്പോഴത്തേന് ഈ മൊഡ്യൂൾ തീരും. അപ്പോൾ അതും ഞാൻ മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഒരു കമൻറ്റൊക്കെ കാണുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം, ഒരു ഇനി ഇടാനൊരു മോട്ടിവേഷനൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എങ്കിൽ മാത്രമല്ലേ നമ്മളിടുന്ന എഫേർട്ടിനൊരു ഇതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.